ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു ക്രീമിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എന്ത് ക്രീമാണെന്നല്ലേ? അപ്പോൾ നമ്മളെ പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും സ്കിന്നൊക്കെ ചുളിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ മുടിയിൽ നിര ഉണ്ടാവും, അതൊക്കെ സർവ്വസാധാരണമാണ് കേട്ടോ. പക്ഷേ എന്നാലും അതിന് ആ ചുളിയുന്ന സമയത്ത് നമുക്ക് എന്തായാലും ചെറുതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു മോചനം എന്ന് പറയാൻ പറ്റിയിട്ട് നമുക്ക് തേക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്രീമിനെ പറ്റിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ. അപ്പോൾ രാത്രി തേക്കാൻ പറ്റിയ, രാത്രിയാണ് കേട്ടോ ഇത് തേക്കേണ്ടത്. രാത്രി നമ്മൾ മേക്കപ്പൊക്കെ ഒഴിവാക്കിയതിന് ശേഷം രാത്രി കിടക്കുന്ന സമയത്ത് ഇതൊന്നും ഇങ്ങനെ തൊട്ട് വരയ്ക്കേണ്ടല്ലോ. നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ 10 വയസ്സെങ്കിലും കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് പോയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം ഞാൻ അലോവേര ജെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അലോവേര ജെല്ല് ഞാൻ ഒരു ബൗളിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ കാണിച്ചേരേ, ഒരു 1.5 സ്പൂണ് ഞാൻ അലോവേരേൻ്റെ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇത് വാങ്ങിച്ച ജെല്ലാണ്, നമ്മളെ വീട്ടിലുണ്ട്, പക്ഷേ അത് ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനത്തെ ക്രീമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അലോവേരേൻ്റെ ജെല്ല് തന്നെയാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ഗ്ലിസറിൻ ഉണ്ടല്ലോ, ഗ്ലിസറിന് ഒരു 1/4 സ്പൂണോളം അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു കുറഞ്ഞ അളവിലേ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്കത് ആവശ്യത്തിന് ഉണ്ടാക്കാമല്ലോ, ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ആക്കണ്ട. പിന്നെ അത് നമ്മളെ മുഖത്ത് മാത്രമല്ല കേട്ടോ, നമ്മളെ കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇതൊക്കെ ഇനി ഒരു ചേരുവയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതാക്കണോ, നമുക്ക് ആൽമണ്ട് ഓയിൽ അഥവാ നമ്മളെ ബദാമിൻ്റെ ഓയിൽ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതും ഒരു 1/2 സ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരും കേട്ടോ. അതോളം നല്ല എന്താ പറയുക, നല്ലൊരു ഗ്ലേസിങ് ഉള്ളൊരു കളറായിരുന്നു. നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് ഇതാക്കണം നല്ല ക്രീം പരുവത്തിൽ കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. 2 തുള്ളിയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ബദാം ഓയിലൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ ബെസ്റ്റായിട്ടുള്ള ഓയിലാണ്. കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും പിന്നെ അത് സൂപ്പറാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീം ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കണ സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ പുരട്ടാൻ നോക്കാം കേട്ടോ. കുറച്ചെടുത്താൽ മതി. നമ്മളെ മുഖത്തൊക്കെ അങ്ങനെ തേച്ച് കൊടുക്കുക, പുരട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു മസാജും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കഴുത്തിലും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തണം കേട്ടോ. ഇത് ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ എന്നിട്ട് മുഖത്തിനൊരു മസാജ് കൊടുക്കും. ഫാനൊന്നുമിടാം, അത്ര ചൂട്. മറ്റേത് വയർപ്പും നമ്മുടെ ക്രീമും കൂടി ആയിക്കഴിഞ്ഞാലേ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, മേക്കപ്പ് ഒന്നും ഇല്ലാതെയാണ്. നമുക്ക് ബാക്കിയുള്ളത് എന്താ ചെയ്യാറിയോ? അപ്പോൾ ഇത്ര നമുക്ക് വേണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ടിന്നെടുത്തിട്ടുണ്ട്. തുറക്കാൻ കിട്ടുന്നില്ലല്ലോ ഗൈസ്. അയ്യോ ഗൈസ്, അത് തിരിക്കുന്നുണ്ടായിരുന്നു ഞാനത് കേട്ടോ. നമുക്കിതിൽ നല്ല ക്യൂട്ടായിട്ട് അതിനകത്തേക്ക്
നമ്മളെ ക്രീം ഇട്ട് കൊടുക്കാം. നല്ല സൂപ്പർ ക്രീമാണ്. അപ്പോൾ അതാ ഇത് നമുക്കിപ്പോൾ ഏകദേശം ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരാഴ്ചക്കൊന്നല്ല, അതിന് മാത്രം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ബോട്ടിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ഒരാഴ്ചക്ക് അധികം ഉണ്ടാവും കേട്ടോ. കുറച്ചല്ലേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാ ഞാൻ ഈ ബോട്ടിനകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നമ്മളെ നൈറ്റ് തേക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് റെഡിയാക്കി കാട്ടി തന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ കയ്യുമ്മലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. കയ്യിലുള്ള ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.